ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു കരിയർ മേക്കർ. ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SBI ക്ലർക്കിൻ്റെ SBI ക്ലർക്ക് അല്ലെങ്കിൽ ജൂനിയർ അസോസിയേറ്റിൻ്റെ 2024-25 നോട്ടിഫിക്കേഷൻ ഔട്ടായിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 17-12-2024 മുതൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ എൻഡ് ചെയ്യുന്നത് 7-1-2025 വരെയാണ്. അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഡേറ്റുകൾ നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകളായിട്ട് തന്നെ നോക്കിയിരിക്കേണ്ടതാണ്. കാര്യം 7 Jan 2025 ആണ് ലാസ്റ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്തിരിക്കണം. കാര്യം അവസാന ദിവസങ്ങളിലേക്ക് വരുമ്പോൾ സൈറ്റ് ബിസി ആവും, ഫോട്ടോ പ്രോപ്പറായിട്ട് അപ്ലോഡ് ആവില്ല, അങ്ങനെ ചെറിയ ചെറിയ ഇഷ്യൂസ് കണ്ടുവരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ നേരത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? ആപ്ലിക്കേഷൻ കൊടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് നോക്കുമ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് നോക്കുമ്പോൾ 13,735 നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് ടോട്ടലി വന്നേക്കുന്നത്. ഇതിനകത്ത് നമ്മൾ കേരള റീജിയൻ നോക്കുമ്പോൾ കേരള റീജിയനിൽ ഏകദേശം 426 നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് കേരള റീജിയനിൽ കറൻ്റ്ലി വന്നിരിക്കുന്നത്. അപ്പോൾ SBIയിൽ കറൻ്റ്ലി വന്നേക്കുന്നതിൽ ഏറ്റവും നല്ല വേക്കൻസികളാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ അതിനകത്ത് കേരള റീജിയൻ്റെ വേക്കൻസി 426, ടോട്ടൽ വേക്കൻസി 13,735. ദെൻ ഇതിനകത്ത് നമുക്ക് ഏജ് ലിമിറ്റ് നോക്കണം. ദെൻ എസെൻഷ്യൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ പറയുന്നത് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ആണ്. ഓൺ ഓർ ബിഫോർ 31-12-2024 മുമ്പ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയിരിക്കണം എന്നൊരു കണ്ടീഷനാണ് പറയുന്നത്. ദെൻ ഇതിൻ്റെ ഏജ് ലിമിറ്റ് വന്നിട്ട് ഏജ് ലിമിറ്റിൻ്റെ ക്രൈറ്റീരിയ പറയുന്നത് 20 തൊട്ട് 28 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റിൻ്റെ ക്രൈറ്റീരിയ വരുന്നത്. 20 to 28. അപ്പോൾ 20 വയസ്സിനും 28 വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഇനി SC/ST കാറ്റഗറിക്ക് 5 years ഏജ് റിലാക്സേഷൻ പറയുന്നുണ്ട്. OBCക്ക് 3 years, PWDക്ക് 10-15 years, ദെൻ PWD OBCക്ക് 13 years, അങ്ങനെ എക്സ് സർവീസ് മാൻ കാറ്റഗറിക്ക് പ്ലസ് ഡിഫൻസ് സർവീസ് പ്ലസ് 3 years എന്നൊക്കെയുള്ള കണ്ടീഷൻ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ ഇതിനകത്ത് ഞങ്ങളുടെ PDF-നകത്ത് അപ്ഡേറ്റ് ആയിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ നോക്കി അതൊന്ന് പ്രോപ്പറായിട്ട് കാണേണ്ടതാണ്. അപ്പോൾ ഏജ് ലിമിറ്റ് പ്രോപ്പറായിട്ട് നോക്കുക. ദെൻ പിന്നെ നിങ്ങൾ ഇതിനകത്ത് നോക്കാനുള്ളത് ഇതിൻ്റെ എക്സാം പാറ്റേണിനെ കുറിച്ചാണ്. അപ്പോൾ എക്സാം പാറ്റേണിനകത്ത് 2 ലെവൽ ഓഫ് എക്സാംസ് ആണ് ഉണ്ടാകുന്നത്. ടയർ 1 എക്സാംസ് ആൻഡ് ടയർ 2 എക്സാംസ്. സോ ടയർ 1 എക്സാംസിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്, ദെൻ ന്യൂമറിക്കൽ എബിലിറ്റി 35 ക്വസ്റ്റ്യൻ 35 മാർക്ക്, റീസണിങ് എബിലിറ്റി 35 ക്വസ്റ്റ്യൻ 35 മാർക്ക്. അതായത് ടോട്ടൽ 100 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് 100 number of questions and 100 number of marks, and the time period is like that of 1 hour. Then ഓരോത്തിനും സെക്ഷണൽ ടൈം പീരീഡ് ഉണ്ടാവും. 20 മിനിറ്റ് വീതമുള്ള സെക്ഷണൽ ടൈം പീരീഡ് ഉണ്ടാവും. ദെൻ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. 1/4 ഓഫ് ദ മാർക്ക് വിൽ ബി കൺസിഡറിങ് ആസ് നെഗറ്റീവ് മാർക്കിംഗ്. ദെൻ പിന്നെ ഇതിനകത്ത് നിങ്ങൾ കൺസിഡർ ചെയ്യാനുള്ളത് ഇതിൻ്റെ പ്രിലിംസ് എക്സാം ക്വാളിഫൈ ചെയ്യുന്ന ഒരാൾക്ക് മെയിൻസ് എക്സാമിലേക്ക് വരാം. അപ്പോൾ മെയിൻസ് എക്സാംസിൻ്റെ പാറ്റേൺ നോക്കുമ്പോൾ മെയിൻസ് എക്സാമിൽ ജനറൽ അവയർനെസ് ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ് 50 മാർക്ക് 50 ക്വസ്റ്റ്യൻ, അതിനൊരു 35 മിനിറ്റ് ടൈം ഉണ്ടാവും. ദെൻ ജനറൽ ഇംഗ്ലീഷ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്. ദെൻ റീസണിങ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ നോളജ് 50 ക്വസ്റ്റ്യൻ 60 മാർക്ക്. അങ്ങനെ ടോട്ടൽ 190 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും 200 നമ്പർ ഓഫ് മാർക്സും ആയിരിക്കും അതിനകത്ത് വരുന്നത്. അതിൻ്റെ ടൈം എന്ന് പറയുമ്പോൾ 2 hours and 40 minutes എന്നൊരു കൺസെപ്റ്റ് ആയിരിക്കും ടൈമിൽ വരുന്നത്. ദെൻ എക്സാംസിൻ്റെ പ്രിലിമിനറി എക്സാംസിൻ്റെ ഹോൾ ടിക്കറ്റ് ഒരു 10 days ബിഫോർ എക്സാം ഡേറ്റിന് അനൗൺസ് ചെയ്യും. ഇപ്പോൾ ഫെബ്രുവരി 1st വീക്ക് അല്ലെങ്കിൽ 2nd വീക്കോട് കൂടി നമുക്ക് പ്രിലിംസ് എക്സാം പ്രതീക്ഷിക്കാം. ദെൻ വിത്തിൻ ഒരു 30 daysനകത്ത് നമുക്ക് മെയിൻസ് എക്സാം, അതായത് മാർച്ച് 1st വീക്കോട് കൂടി തന്നെ നമുക്ക് മെയിൻസ് എക്സാംസും പ്രതീക്ഷിക്കാം. ക്ലിയർ? അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ആപ്ലിക്കേഷൻ നോക്കിയതിന് ശേഷം ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങളുടെ എലിജിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഫോട്ടോയുടെ സൈസും കാര്യങ്ങളും എല്ലാം പ്രോപ്പറായിട്ട് തന്നെ എന്ത് ചെയ്യണം? അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിനകത്ത് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ ലാംഗ്വേജിൻ്റെ പ്രൊഫഷൻസി അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾ കേരളത്തിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മലയാളമാണ് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജിൻ്റെ പ്രൊഫഷൻസി, എഴുതുക വായിക്കുക എന്നുള്ള കാര്യങ്ങൾ, മലയാളത്തിൽ സംസാരിക്കുക എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയാണ് SBI ക്ലർക്കിൻ്റെ 2024-25 നോട്ടിഫിക്കേഷൻ. അപ്പോൾ ആ നോട്ടിഫിക്കേഷനെ കൂടുതൽ ഡീറ്റെയിൽ ഞാൻ ഞങ്ങളുടെ PDF ഇതിനകത്ത് PDF ഫോമാറ്റിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ PDF ഫോമാറ്റ് ഒന്ന്
നോക്കുക. SBI ക്ലർക്ക് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് കരിയർ മേക്കിൽ ഒരു SBI ക്ലർക്കിന് വേണ്ടിയിട്ട് ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ക്ലാസ്സുകൾ വന്നിട്ട് മൺഡേ ടു സാറ്റർഡേ ആയിരിക്കും ക്ലാസ്സുകൾ. 10 to 4 ആയിരിക്കും റെഗുലർ ബാച്ചുകൾ. ക്ലാസ് റൂം ക്ലാസ്സുകൾ കൂടാതെ ഓൺലൈൻ ലൈവ് ബാച്ചുകളും ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അത് നിങ്ങൾക്ക് PDF ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാവും, ഓൺലൈൻ എക്സാംസുകളുടെ സപ്പോർട്ട് ഉണ്ടാവും, മന്ത്ലി കറണ്ട് അഫയേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും, പ്രിലിംസ് ലെവൽ ആൻഡ് മെയിൻസ് ലെവൽ ക്ലാസ്സുകളുണ്ടാവും. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഇതിൻ്റെ കോഴ്സ് ഫീസ് വരുന്നത് 6500 രൂപയാണ് ഫോർ ദ ഫസ്റ്റ് 50 അഡ്മിഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബാച്ചിലേക്ക് എൻറോൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പർ 9188007008 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഈ ബാച്ചുകളിലേക്ക് എൻറോൾ ചെയ്യാൻ പറ്റും. താങ്ക് യു ഓൾ.